ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ രാവിലെ യൂണിഫോമിൽ നിന്നാവും എല്ലാവരും ചിന്തിക്കുന്നത്. അതെ, ഞങ്ങളെ സെൻറ്ററിൽ ഇന്ന് കുത്തിവെപ്പാണ്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ കുട്ടികളെ. അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തേ. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികളും കുത്തിവെപ്പിന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു കേട്ടോ. പൊന്നുവിന് 5 വയസ്സത്തെ കുത്തിവെപ്പും ആരോണിന് 10 വയസ്സത്തെ കുത്തിവെപ്പാണ് എടുത്തത്. എന്തായാലും അവർ കരയൊന്നും ചെയ്തില്ല, കുഴപ്പമൊന്നുമില്ലാതെ സൂചിയൊക്കെ വെക്കാൻ അയച്ചേ. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ ശനിയാഴ്ചയാണല്ലോ. ശനി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പണികളുള്ള ദിവസമാണ്. കാരണം ആകെ ഞായറാഴ്ച മാത്രമല്ലേ ഒഴിവുള്ളൂ. അപ്പോൾ ഒരുവിധം പണികളെല്ലാം ഞാൻ ശനിയാഴ്ചയാണ് എടുക്കുക. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് ഞാൻ വൃത്തിയാക്കിയേ. അതിനുശേഷം എനിക്ക് കുറച്ച് തുണികളൊക്കെ ഉണക്കിയത് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് റൂമിലൊക്കെ കൊണ്ടുപോയിട്ടു. പിന്നെ ഇനി കുറേ തിരുമ്പാനും ഒക്കെ ഉണ്ട്. കുറേ ദിവസമായി ഞാൻ കരുതണു. എന്താണെന്ന് വെച്ചാൽ വാർപ്പിൻ്റെ മുകളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട്. മഹേടിൻ്റെ കുറേ കോണികളും സംഭവങ്ങളൊക്കെ അവിടെ കൊടുന്നിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ക്ലീൻ ചെയ്താൽ തന്നെ റബ്ബറിൻ്റെ ഇല നന്നായിട്ട് വീഴുമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒന്ന് നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കിയേ. ഇനി നമുക്ക് കുറച്ച് തുണികൾ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ വെള്ളം പിടിക്കുകയാണ്. അതിന് ശേഷം പെട്ടെന്ന് നമുക്കെല്ലാം തിരുമ്പി ഉണക്കേണ്ടതുണ്ട്. അപ്പോൾ തുണികളൊക്കെ തിരുമ്പി ഇനി നമുക്ക് അത് ഉണക്കുകയാണ് വേണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ തുണിയൊക്കെ തിരുമ്പിയത് ഉണക്കാൻ തുടങ്ങി കേട്ടോ. കുറച്ച് തുണി ഇന്നുണ്ടായിരുന്നുള്ളൂ. കാരണം 1-2 ഇടം വെച്ചിട്ട് ഞാൻ പൊതുവേ തിരുമ്പാറുള്ളതുകൊണ്ട് ഇന്ന് കുറവ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കുറേ തുണികൾ മടക്കിയതുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് റൂമിൽ കൊണ്ടുവച്ചു. അങ്ങനെ തുണിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് അവിടെ അടിച്ചൊരു വൃത്തിയാക്കി. പൊതുവെ നമ്മളെ വീട്ടിലെ താഴത്തെ റൂമുകളിലാണ്
കിടക്കാറ്. അതുകൊണ്ട് തന്നെ മുകളിൽ അങ്ങനെ എപ്പോഴൊന്നും വലിയ വൃത്തികേടാവോ അതേമാതിരി ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല. എന്നാൽ കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് വരുന്ന സമയത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടുക. അങ്ങനെ മുകളിലൊക്കെ അടിച്ചോരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയി സിറ്റ് ഔട്ട് ഒന്ന് അടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉള്ളിലേക്ക് വന്നിട്ട് ലിവിങ് ഒക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം റീഅറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡൈനിങ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തു. സ്കൂൾ പൂട്ടിയതിനാൽ കുട്ടികളിങ്ങനെ ഭക്ഷണമൊക്കെ ഇവിടെ ഈ TV കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പൊതുവെ കുറേ സാധനങ്ങളോ എന്തെങ്കിലും ഗ്ലാസ്സുകളോ പാത്രങ്ങളോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞാനത് ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് രണ്ട് തേങ്ങ പൊളിച്ച് ഞാൻ ഇങ്ങനെ വയ്ക്കാറുണ്ട് പൊതുവേ. അപ്പോൾ 2 തേങ്ങ പൊളിച്ച് വെച്ചുവേ. അപ്പോഴേക്ക് ഇരുട്ടായിരുന്നു, വിളക്ക് കാട്ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ആരോണ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നൊന്നായിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കുകയായിരുന്നു. ഇന്ന് നമ്മളുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ ഒരു കല്യാണമുണ്ട് നാളെ. അപ്പോൾ കല്യാണ വീട്ടിലൊന്ന് തലേന്നാണല്ലോ ഇന്ന്. അപ്പോൾ ഒന്ന് പോകണം. മഹിയേട്ടൻ വന്നിട്ട് വേണം പോവാൻ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.